തെരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് നിർമ്മാണം നടത്തിയതിനാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങൾക്ക് നിലവാരമില്ലെന്ന് കിറ്റ്കോ എഞ്ചിനീയർ. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. HMC യോഗത്തിലാണ് തുറന്നു പറച്ചിൽ. എല്ലാ നിർമ്മാണ പ്രവർത്തികളും പരിശോധിക്കാനും കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനും ആറന്മുള MLA അബിൻ വർക്കി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സന്തോഷമായോ? ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് തിടുക്കപ്പെട്ട ഉദ്ഘാടനം നടത്തിയത്. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. കഴിഞ്ഞ മാർച്ച് 11-നാണ് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനറൽ ആശുപത്രിയിലെ പകുതി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണം പൂർത്തിയാകും മുമ്പുള്ള ഉദ്ഘാടനം അന്നേ വിവാദമായിരുന്നു. ഈ കെട്ടിടങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചാണ് നിർമ്മാണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ. സമ്മർദ്ദം കാരണം കൃത്യമായി പണി നടന്നില്ല. ഗുണനിലവാരം പരിശോധിച്ചായിരുന്നില്ല പണി. ഇതൊക്കെ എന്ത്? ഭിത്തികളുടെ പ്ലാസ്റ്ററിംഗ് സെറ്റാവും മുമ്പ് തന്നെ വൈറ്റ് സിമെന്റ് പൂശി. പ്രത്യക്ഷത്തിൽ തന്നെ നിർമ്മാണത്തിലെ വീഴ്ചകൾ കാണാൻ കഴിയുന്ന വിധമാണ് കെട്ടിടങ്ങൾ. ഇന്നലത്തെ ആശുപത്രി മാനേജ്മെന്റ് യോഗത്തിൽ കിറ്റ്കോ എഞ്ചിനീയർ ഇക്കാര്യം തുറന്നു പറഞ്ഞു. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? കിറ്റ്കോയുടെ എഞ്ചിനീയർ പറഞ്ഞത് 15% പണി പോലും നടക്കാതെ ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനത്തിന് നിർബന്ധിക്കുകയും കിറ്റ്കോയുടെ എഞ്ചിനീയറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ആൾക്കാരുടെ നേതൃത്വത്തിൽ മന്ത്രിയോട് അത് നടക്കുകയില്ല, അത് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തർക്കിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മന്ത്രി എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനറൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ ആശുപത്രി നിർമ്മാണത്തിന്റെ മുഴുവൻ ഫയലുകളും പരിശോധിക്കാനാണ് ആറന്മുള MLA അബിൻ വർക്കിയുടെ തീരുമാനം. കണക്കുകളെല്ലാം ഹാജരാക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും നിർദ്ദേശം നൽകി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.